ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പരിസര പഠനമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പം നമ്മൾ പരിസര പഠനം പരീക്ഷയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത കൂട്ടുകാർക്ക് സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അതുപോലെ എക്സാമിന് ശേഷം വീക്ക്ലി 3 ക്ലാസ്സുകൾ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള കൂട്ടുകാർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലേ. നോക്കിക്കേ, ജീവികൾ പലതരം എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പേര്. നോക്കിക്കേ, വിവിധ ജീവികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. വീട്ടിൽ വളർത്തുന്ന ജീവികളെ വട്ടത്തിലാക്കൂ, പേരെഴുതി തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ അവരെ സഹായിക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം വീട്ടിൽ വളർത്തുന്ന ജീവികളെയാണ്. അപ്പോൾ ഏതൊക്കെ ജീവികൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് മക്കളെ? പൂച്ചയുണ്ട്, നായയുണ്ട്, അതുപോലെ പല്ലി, കോഴി, ഉറുമ്പ്, മരംകൊത്തി, കാക്ക, തവള, ആട്, ആന, താറാവ്, പശു എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവികളെയല്ലേ തന്നത്. ഇതിലേതൊക്കെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്? ഏതിനൊക്കെയാണ്? പൂച്ചയെ വളർത്തും അല്ലേ, അതുപോലെ തന്നെ നായയെ വളർത്തും, കോഴിയെ വളർത്തും, പിന്നെയോ ആടിനെ വളർത്തും, താറാവിനെ വളർത്തും, പശുവിനെ വളർത്തും അല്ലേ. ഇവയൊക്കെ നമ്മൾ എന്താണ്, വീട്ടിൽ വളർത്തുന്ന ജീവികളാണ്. ഇനി വീട്ടിൽ വളർത്തുന്നതല്ലാത്ത ജീവികൾ ഏതൊക്കെയാണ്? പല്ലി, അതുപോലെ തന്നെ ഉറുമ്പ്, മരംകൊത്തി, കാക്ക, തവള, ആന തുടങ്ങിയ ജീവികൾ എന്താണ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളല്ല അല്ലേ. അപ്പോൾ അത് പട്ടികപ്പെടുത്താനായിട്ട് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അവിടെ പട്ടികപ്പെടുത്തിയിട്ട് അവരുടെ പേരുകൾ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലെ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നമുക്ക് ചുറ്റും ധാരാളം ജീവികളുണ്ടല്ലോ. അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ക്രമം ഏതായിരിക്കും? ടിക്ക് ഇടുകയോ എഴുതി ചേർക്കുകയോ ചെയ്യുക. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിട്ടുള്ള ജീവികളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കാനാണ്. അപ്പം നോക്കൂ, ഏതൊക്കെയാണ്? പല്ലി, പശു, കോഴി, ഉറുമ്പ്. ഈ ജീവികളുടെ പേരുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കല്ലേ ക്രമപ്പെടുത്തേണ്ടത്. അപ്പം ഏറ്റവും ചെറുത് കൂട്ടത്തിൽ ആരാണ്? ഉറുമ്പാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരിക പല്ലി, പിന്നെ കോഴി, പശു അല്ലേ. ഈ രീതിക്കാണ് വരിക. അതായത് 4, 1, 3, 2 എന്ന് പറയുന്ന ഓപ്ഷനാണ് വരിക അല്ലേ. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതിനുശേഷം നിങ്ങൾ എന്ത് എഴുതണം? നമ്മൾ എഴുതിയിട്ടുള്ള ഓർഡർ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കോളത്തിൽ എഴുതണം കേട്ടോ. ഇവിടെ ഉറുമ്പ് വരും. ഉറുമ്പിന് ശേഷം പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? പല്ലി പറഞ്ഞു. പല്ലി കഴിഞ്ഞിട്ട് കോഴി, പശു. ഈ ഓർഡറിൽ മക്കൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചത്? മണ്ണിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് മക്കളെ മണ്ണിൽ കാണുന്ന ഒരു ജീവി? മണ്ണിര അല്ലേ. മണ്ണിരയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. മണ്ണിൽ കാണുന്ന ഒരു ജീവിയാണ് അല്ലേ. അപ്പം കൂട്ടുകാർക്ക് മണ്ണിര എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. പ്രവർത്തനം 4, വിവിധ ഭാഗങ്ങൾ എന്തിന്? നോക്കിക്കേ മക്കളെ, അവിടെ 2 കുട്ടികൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട് അല്ലേ. എന്താ നോക്കൂ. സസ്യങ്ങളുടെ വേരുകൾ നമ്മൾ കാണാറില്ലല്ലോ, പിന്നെ എന്തിനാണവ എന്നവൾ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ അവൻ എന്താണ് ആൻസർ പറയുന്നത്? സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് വേരാണ് അല്ലേ. സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് വേരാണ് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ള മറുപടി. ഇനി മക്കളടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ധർമ്മം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഭാഗം പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇവയുടെ ഭാഗം ഏതാന്ന് നോക്കാം. ഇതേതാണ് മക്കളെ ഭാഗം വരുന്നത്? സസ്യത്തിൻ്റെ ഇലയാണ് അല്ലേ. ഏതാണ്? ഇലയാണ് ഭാഗം വരുന്നത്. പിന്നെയോ ഏതാണ് ഭാഗം വരുന്നത്? തണ്ടാണ് ഭാഗം വരുന്നത്. പിന്നെ ഏതാണ് ഭാഗം വരുന്നത്?
വേരാണ് ഭാഗം വരുന്നത് അല്ലേ. ഇനി എന്ത് ചെയ്യണം? അവയുടെ ഓരോന്നിൻ്റെ ധർമ്മവും എഴുതണം. ഓക്കെ മക്കളെ, എന്താണ് വേരിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കുക എന്നതാണ് വേരിൻ്റെ ധർമ്മം അല്ലേ. തണ്ടിൻ്റെ ധർമ്മം എന്താണ്? വേര് വലിച്ചെടുക്കുന്ന വെള്ളവും വളവുമെല്ലാം സസ്യങ്ങളുടെ വിവിധ ഭാഗത്തിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് തണ്ടിനുള്ളത് അല്ലേ. ഇലയ്ക്ക് എന്താണ് ജോലിയുള്ളത്? വേര് വലിച്ചെടുത്ത തണ്ട് എത്തിച്ചു തന്ന സാധനങ്ങളെല്ലാം ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ്? ആഹാരം പാകം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇലകളിൽ വെച്ചിട്ടാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് അവയുടെ ഓരോന്നിൻ്റെ ധർമ്മം. കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ജീവികൾക്ക് തണൽ നൽകുന്നു. ജീവികൾക്ക് മാത്രമാണോ? അല്ല അല്ലേ, നമുക്കും എന്ത് തരുന്നുണ്ട്? തണൽ തരുന്നുണ്ട്. പിന്നെ നമുക്ക് മരങ്ങൾ എന്ത് തരുന്നുണ്ട്? ആഹാരം തരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മഴ ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടാനായിട്ട് ആരാണ് സഹായിക്കുന്നത്? മരങ്ങളാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ അല്ലേ, ഓക്സിജൻ തരുന്നത് ആരാണ്? നല്ല വായു തരുന്നത് ആരാണ്? മരങ്ങളിൽ നിന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇലകൾ, പൂക്കൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, പൂക്കൾക്ക് നിറം നൽകുന്ന പ്രവർത്തനത്തിലാണ് കൂട്ടുകാർ. ഉചിതമായ നിറം നൽകുന്നതിന് നിങ്ങൾക്ക് അവരെ സഹായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അവിടെ തന്നിട്ടുള്ള പൂക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? യോജിച്ച രീതിയിൽ നിറം നൽകണം. അത് പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അല്ലേ. അതിൽ തന്നെ നമ്മളടുത്ത് മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. പൂക്കൾ തമ്മിൽ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൂക്കളിൽ ഒരു വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഒറ്റയ്ക്കും കുലയായും കാണപ്പെടുന്നു അല്ലേ. ചില പൂക്കളൊക്കെ എന്താണ്? ഒറ്റയ്ക്കാണ് കാണപ്പെടുന്നത്. ചില പൂക്കളൊക്കെ കുലകുലയായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്? അവയുടെ വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അല്ലേ. ചെറുതുമുണ്ട്, വലിയ പൂക്കളുമുണ്ട്. പിന്നെയോ നിറത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അല്ലേ. പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവില്ല. മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെ പൂക്കൾ എന്തുണ്ട്? വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണത്തിലും എന്തുണ്ട്? അവ വ്യത്യാസപ്പെട്ടിട്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാമാണ് കൂട്ടുകാരവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. ശരിയായ പ്രസ്താവന രേഖപ്പെടുത്തുക. നമുക്കവിടെ 4 ചിത്രം തന്നിട്ടില്ലേ? നോക്കിക്കേ. 1ഉം 3ഉം പൂക്കുന്ന സസ്യങ്ങളാണ്. 2ഉം 3ഉം പൂക്കാത്ത സസ്യങ്ങളാണ്. 1ഉം 4ഉം പൂക്കാത്ത സസ്യങ്ങളാണ്. 2ഉം 4ഉം പൂക്കുന്ന സസ്യങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ സസ്യങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് പൂക്കുന്നത്, ഏതൊക്കെയാണ് പൂക്കാത്തത് എന്ന് കണ്ടെത്തിയിട്ടാണ് മക്കൾ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, അതിൽ 2ഉം 3ഉം എന്താണ്? പൂക്കാത്ത സസ്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. ശാരീരിക സവിശേഷതകൾ. ചില ജീവികളുടെ ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. ജീവി ഏതെന്ന് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ കാണുന്നത് എന്താണ് മക്കളെ? നമ്മുടെ മരംകൊത്തിയാണ് അല്ലേ. ഇതെന്തായിരിക്കും? മയിലാണ്. ഈ കാലുകൾ കണ്ടാൽ തന്നെ നമുക്കിതിനെ മനസ്സിലാക്കാം. ഏതാണ്? താറാവാണ്. പിന്നെ വരുന്നത് എന്താണ്? സീബ്രയാണ് വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ പശു, പൂച്ച, തവള, കടുവ എന്നതാണ് തന്നിട്ടുള്ളത് അല്ലേ. അതിലേതാണ് മക്കളെ കൂട്ടത്തിൽ പെടാത്തത്? തവളയാണ് കൂട്ടത്തിൽ പെടാതെ വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർക്കുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം മറന്നു പോകണ്ട. മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് സ്പെഷ്യൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് വൈസ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. വീക്കിലി 3 ദിവസമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.